ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റിംഗ് റൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. NSEയിൽ 6000-ലധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും മികച്ച കമ്പനികൾ നിക്ഷേപത്തിന് കണ്ടുപിടിക്കുക വളരെ പ്രയാസകരമായ കാര്യമാണ്. ഇതാണ് ഇൻവെസ്റ്റിംഗ് റൈറ്റ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. വിപണിയിലെ ഈ 6000 കമ്പനികളിൽ നിന്നും മികച്ചതും ഗ്രേറ്റ് ബിസിനസ്സുകളായിട്ടുള്ള കമ്പനികൾ, ഈ 6000 കമ്പനികളിൽ നിന്ന് നല്ല ബിസിനസ് ഉള്ളതും മാനേജ്മെന്റ് കറകളഞ്ഞതുമായ സോളിഡ് ഫിനാൻഷ്യൽസും സോളിഡ് ഗ്രോത്തും ഉള്ളതുമായ കമ്പനികളെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇതാണ് ഇൻവെസ്റ്റിംഗ് റൈറ്റ്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ദീർഘകാല നിക്ഷേപത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ ഡിസ്കഷൻസിൽ പങ്കുചേരാം. ദീർഘനാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏതാണ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത സ്വാഭാവികം. അവർ അവസാനം പെന്നി സ്റ്റോക്കുകളിൽ അഭയം പ്രാപിക്കുന്നു. യെസ് ബാങ്ക്, DHFL, ഐഡിയ മുതലായ കമ്പനികളിലാണ് കൂടുതലായി ഈ കൂട്ടർ വളർച്ച കാണുന്നത്. എന്നാൽ 7 രൂപയുള്ള ഒരു ഷെയർ 14 രൂപയാവുന്നതിനേക്കാൾ സ്പീഡിൽ 32,000 രൂപയുള്ള പേജ് ഇൻഡസ്ട്രീസ് ചിലപ്പോൾ 65,000-ഓ 70,000-ഓ ആകാം എന്നുള്ള കാര്യം ഈ കൂട്ടർ വിസ്മരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മികച്ച ഓഹരികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തരുന്നത്. എന്തെല്ലാം ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്? കമ്പനിയും അതിൻ്റെ ബിസിനസ്സും ക്രൈറ്റീരിയ, അതുപോലെ ഈ കമ്പനികളുടെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്, അവർക്ക് അവരുടെ ബിസിനസ്സിൽ എത്ര മാർക്കറ്റ് ഷെയർ ഉണ്ട്, അവർ അതിലൊരു മോണപ്പൊളി ഉണ്ടോ മുതലായ കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽസ്, എത്ര സ്ട്രോങ് ആണ് ഇതിൻ്റെ ഫിനാൻഷ്യൽസ്, ഇതിൻ്റെ ഡെറ്റ് എത്രത്തോളം ഉണ്ട്, ഈ കമ്പനി മുൻകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റ് എത്ര എന്നുള്ളതും ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നു. അതുപോലെ ഈ കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, കഴിഞ്ഞ കാലങ്ങളിൽ എത്രത്തോളം ഇത് വൻ വിജയമായി മുന്നോട്ട് വന്നു എന്ന് മാത്രമല്ല, ഫ്യൂച്ചർ ഇയേഴ്സിലും ഇതിന് വളരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. 1000 കോടി രൂപയ്ക്ക് മുകളിൽ വിപണി മൂല്യമുള്ള കമ്പനികളെ മാത്രമേ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അതിൽ താഴെയുള്ള മൈക്രോ ക്യാപ് കമ്പനികൾക്ക് ഓപ്പറേറ്റർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ വളരെ വോളറ്റൈൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രൈസ് കയറിയും ഇറങ്ങിയും ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ കാശ് ഓപ്പറേറ്റേഴ്സിന്റെ കയ്യിൽ നമുക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇവഞ്ച്വലി കമ്പനികൾ നന്നായി വരുമെങ്കിലും നമ്മളുടെ ക്ഷമയോടെ നെല്ലിപ്പലക പരിശോധിച്ച് ഈ ഷെയറുകളെ നമ്മുടെ കയ്യിൽ നിന്നും വിറ്റ് കളയേണ്ട ഒരു ലെവലിലേക്ക് വരെ ഈ കമ്പനികൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ 1000 കോടിക്ക് മുകളിലുള്ള കമ്പനികളെ മാത്രമേ ഇതിൽ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണ്. ഈ ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് ഒരു ഷോർട്ട് ലിസ്റ്റിങ്ങിന് മാത്രമായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ കമ്പനികളെല്ലാം നാളെ തന്നെ പോയി മാർക്കറ്റിൽ നിന്നും വാങ്ങാം എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. മാർക്കറ്റ് ഒരു മുകളിലായിരിക്കുന്നത് കൊണ്ട് ഇതിൽ പലതും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടായിരിക്കാം നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങളൊരു ദീർഘനാളത്തേക്കാണ്, ഒരു 10-15 വർഷത്തേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ കമ്പനികളിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വളരെ നന്നായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇന്ത്യ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ്. 2030 ആവുമ്പോഴേക്കും ഇന്ത്യയുടെ എക്കോണമി 3 രാജ്യങ്ങളെക്കാൾ മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഏതാണ് ആ രാജ്യങ്ങൾ? UK, ജർമ്മനി, ജപ്പാൻ. വെട്ടി നമ്മുടെ എക്കോണമി മുന്നോട്ട് പോകുമെന്നാണ് കരുതപ്പെടുന്നത്. 2 ദിവസം മുമ്പാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രാൻസ് സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ മുകളിലെത്തിയത് വിപണി മൂല്യത്തിൽ. ഇന്ത്യക്ക് വലിയ ഒരു കൺസ്യൂമർ മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ ഡെമോഗ്രഫി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ ഒരു ആവറേജ് പോപ്പുലേഷൻ 29 ഇയേഴ്സ് ആണ് ഒരു 2-3 വർഷത്തിനകം. ഇന്ത്യയിലുള്ള ആളുകളുടെ റൈസിംഗ് ഇൻകം ലെവൽ, ഇൻക്രീസ് സ്പെൻഡിങ് എന്നിവ ഇന്ത്യക്ക് മുന്നേറാനായി സഹായിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ലോ കോസ്റ്റ് വർക്ക് ഫോഴ്സ് ഉണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, IT, ഫാർമ മുതലായ നീഷ് ഫീൽഡുകളിൽ ഇന്ത്യക്കുള്ള കൈ നമുക്കറിയാവുന്നതാണല്ലോ. അഡോപ്ഷൻ ഓഫ് ടെക്നോളജിയിൽ ഇന്ത്യക്കാർ വളരെ മുന്നോട്ട്. IT ഹബ് ഓഫ് ദി വേൾഡ് ആയി ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ പഠിച്ചു വരുന്ന വർക്ക് ഫോഴ്സ് മറ്റ് ഡെവലപ്ഡ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ടെക്നിക്കൽ ഫീൽഡിൽ വളരെയധികം പഠിച്ചു വന്ന് ജോലി സാധ്യതയ്ക്ക് തയ്യാറായി നിൽക്കുന്ന വളരെയധികം ചെറുപ്പക്കാർ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഞ്ചുറി ഇന്ത്യയുടേതാണ്. 21st സെഞ്ചുറി ബിലോങ്സ് ടു ഇന്ത്യ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പല കാര്യങ്ങളെ കൊണ്ടും ഇന്ത്യ ഇപ്പോൾ ഒരു മുന്നോട്ടുള്ള കുതിപ്പിന്റെ ഇൻഫ്ലക്ഷൻ പോയിന്റിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഫിനാൻഷ്യലൈസേഷൻ, GST ഇൻട്രൊഡക്ഷൻ, ഡിമോണറ്റൈസേഷൻ, ഇതെല്ലാം കഴിഞ്ഞ് ഈ കോവിഡും ഇന്ത്യയുടെ ഒരു വളർച്ചയ്ക്ക് പുതിയ ഒരു അധ്യായം തുറന്നു തരുന്ന ഒരു കസ്പ് ഓഫ്
എ ബിഗ് ഇൻഫ്ലക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥിതിയിലാണ്. ആദ്യം കൺസിഡർ ചെയ്യുന്ന ഒരു സെക്ടറാണ് FMCG. ഡെറ്റേഴ്സിന്റെ ഡേ വളരെ കുറവാണ്. ഈ കമ്പനികൾക്ക് ക്രെഡിറ്റായി അധികം പണം കൂടുതൽ നാളത്തേക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ ഇതൊരു ഡിഫെൻസീവ് സെക്ടറാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻസ് ഉണ്ടാകുമ്പോൾ കൂടുതൽ പണവും വളരെ ദീർഘനാളത്തേക്ക് നല്ല ഒരു ഭാവി മുൻകൂട്ടി കാണാവുന്ന ഈ കമ്പനികളിൽ സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രയോജനം ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കും. ഇതിൽ ആദ്യം വരുന്ന കമ്പനി HUL ആണ്. ITC, നെസ്ലെ, ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ്, മാരിക്കോ, ബ്രിട്ടാനിയ. ഇതാണ് ഈ ലിസ്റ്റിൽ ഉള്ള കമ്പനികൾ. ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന കോളത്തിൽ ഇതിൽ നിന്നും ഏതെല്ലാം ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു, പിന്നീട് കുറച്ചുകൂടി ഒരു ഫിൽറ്ററിംഗ് നടത്തി ഏതെല്ലാം കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. HUL, ITC, ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ആൻഡ് BBTC, ബ്രിട്ടാനിയയ്ക്ക് പകരം ബോംബെ ബർമ ട്രേഡിംഗ് കമ്പനി. എന്തുകൊണ്ടാണ് മികച്ചത് എന്നുള്ളത് നമ്മളുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ നിക്ഷേപ സംശയങ്ങൾക്കുമുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. അടുത്ത സെക്ടറാണ് ഫുഡ് സെക്ടറും വളരെയധികം മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഏതൊരു കോവിഡ് മഹാമാരി ആയാലും ശരി, കാരണങ്ങളായാലും ഫുഡ് സെക്ടറിലുള്ള വളർച്ചയ്ക്ക് അധികം കോട്ടം വരില്ല. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ഏതെല്ലാമാണ് നമുക്ക്. ജുബിലന്റ് ഫുഡ്, ഡോമിനോസ് പിസ്സ ഉൽപാദകരായ ഈ കമ്പനിയെ പറ്റി നമുക്കറിയാം. അതുപോലെ വരുൺ ബിവറേജസ്, പെപ്സി ബോട്ടിൽ ഫീൽഡിലാണ് ഇത് നിലകൊള്ളുന്നത്. ടേസ്റ്റി ബൈറ്റ്സ്, ഹിന്ദുസ്ഥാൻ ഫുഡ്സ്, ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ്സ് ആയിട്ടുള്ള മാക്ഡൊണാൾഡ്സ്, ബർഗർ കിങ്, KFC മുതലായ കമ്പനികളിലേക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന 2 കമ്പനികളിൽ പ്രമുഖമാണ് ടേസ്റ്റി ബൈറ്റ്സും ഹിന്ദുസ്ഥാൻ ഫുഡ്സും. ഈ കമ്പനികളിലെല്ലാം തന്നെ ഇതിന്റെ വളർച്ച മുൻകൂട്ടി കണ്ട് വളരെ വലിയ ഒരു PE റേഷ്യോയിലാണ്, എക്സ്പെൻസീവ് വാല്യൂഷൻസിലാണ് ഈ കമ്പനികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവന്തി ഫീഡ്സ്, സീ ഫുഡ്സ് റിലേറ്റഡ് ഫുഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇത്. ജുബിലന്റ് ഫുഡ്സ്, വരുൺ ബെവറേജസ്, ടേസ്റ്റി ബൈറ്റ്സ്, ഹിന്ദുസ്ഥാൻ ഫുഡ്സ്, അവന്തി ഫീഡ്സ്. ഈ ബാങ്കിങ് സെക്ടർ, അതിൽ പ്രൈവറ്റ് ബാങ്ക്സും ഉണ്ട്, PSU ബാങ്ക്സും ഉണ്ട്. വലിയ ഒരു കുതിപ്പിന് റെഡിയായി നിൽക്കുന്ന ഒരു സെക്ടറാണിത്. നമുക്കറിയാം, ബാങ്കിങ് എന്നുള്ളത് എക്കോണമിയുടെ ഒരു ബാക്ക് ബോൺ ആണ്. ഈ കമ്പനികളിൽ വലിയ ഒരു വളർച്ച ഇനിയുള്ള കാലങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടോപ്പ് ലിസ്റ്റിൽ HDFC ബാങ്ക്, അടുത്തതായി കൊറ്റക് മഹീന്ദ്ര ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ബന്ധൻ ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്. ഇവയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണ് മിറായെ അസറ്റ് ഫിനാൻഷ്യൽ സർവീസസ് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുക. എൻ്റെ കഴിഞ്ഞ വീഡിയോ ബാങ്കിങ് സെക്ടറിൽ ഉണ്ടാകാൻ പോകുന്ന വളർച്ചയും എങ്ങനെ അതിൽ നിന്ന് നമുക്ക് നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അതിൽ ഞാൻ ഈ പർട്ടിക്കുലർ ഫണ്ടിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതിനാൽ MAFS ETF ആണ് ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. PSU ബാങ്കുകൾ വളരെയധികം താഴേക്ക് വന്നിരിക്കുന്നതിന്റെ വാല്യൂഷൻസ് വളരെ കംഫർട്ടബിൾ ലെവലിലാണ്. അതുപോലെ SFB, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, അവരുടെയും വാല്യൂഷൻ താഴെ വന്നിരിക്കുന്നു. PSU ബാങ്കുകളിൽ ഇപ്പോൾ ഒരു നിക്ഷേപത്തിന് അനുകൂലമായ ഒരു സാഹചര്യമായിട്ടാണ് എനിക്ക് കാണുന്നത്. റിസ്ക് ഉണ്ട്, വളരെ ദീർഘനാളത്തേക്ക് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിലും ചെറിയ ഒരു അളവിൽ PSU ബാങ്കുകളെയും നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ബാങ്കുകളുടെ വാല്യുവേഷൻസ് നോക്കിക്കഴിഞ്ഞാലാണ് ഇത് എത്രത്തോളം അട്രാക്റ്റീവ് ആയിരിക്കുമെന്ന് കാണാൻ സാധിക്കുക. മുൻനിര പ്രൈവറ്റ് ബാങ്കായിട്ടുള്ള ഒരു കൊട്ടക് മഹീന്ദ്രയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ബാങ്കുകളുടെ പ്രോഫിറ്റ്, ലെൻഡിങ് കപ്പാസിറ്റി, ബോറോഡ് മണി എല്ലാം അതിനേക്കാളും വളരെ കൂടുതലാണെങ്കിലും മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നോക്കുമ്പോൾ കൊട്ടക് മഹീന്ദ്രയേക്കാളും വളരെ താഴെയായാണ് PSU ബാങ്ക്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കുകളിലും ഒരു ചെറിയ നിക്ഷേപം നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടി കൺസിഡർ ചെയ്യാവുന്നതാണ്. SBI ആണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് SFB കാറ്റഗറിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PSU, SBI, SFB, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇതിൽ എൻ്റേതായിട്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് ഞാൻ വേറെ പ്രത്യേകമായി ചെയ്തിട്ടില്ല. ഫിനാൻഷ്യൽ സർവീസസ്,
ഫിനാൻഷ്യൽ സർവീസസ് എന്ന ഈ കാറ്റഗറിയിൽ നമ്മൾ ബാങ്കിങ് മാത്രമല്ല മറ്റു ഫിനാൻഷ്യൽ സർവീസസ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഗോൾഡ് ഫിനാൻസിങ് കമ്പനീസ്, ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് എല്ലാം ഇവയിൽ ഉൾപ്പെടും. ഇതിൽ ഞാൻ നിർദ്ദേശിക്കുന്ന സ്റ്റോക്സ് ബജാജ് ഫിൻസർവ്, HDFC ലിമിറ്റഡ്, മാക്സ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, ഇൻഷുറൻസ് മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണിത്. ബജാജ് ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്. ഫിനാൻഷ്യൽ സർവീസസിൽ ഈ കമ്പനികൾ, എൻ്റെ സജഷൻസ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസർവിലും ൻ്റെയും ഹോൾഡിംഗ് കമ്പനിയായിട്ടുള്ള മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് 70% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളെ വാങ്ങിക്കാനായി ഒരു അവസരം ലഭിക്കും. ഇതിനെപ്പറ്റിയുള്ള എൻ്റെ യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്താൽ നിങ്ങൾക്കത് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അടുത്തതായി HDFCയെ പറ്റിയും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് HDFC ലിമിറ്റഡ് ഒരു മികച്ച കമ്പനിയായി പരിഗണിക്കാവുന്നത് എന്ന് പറയുന്നു. അതുപോലെ NBFC സെക്ടറിൽ മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഗോൾഡ് ഫിനാൻസിങ് കമ്പനീസ് ആയിട്ടുള്ള ഈ 2 കമ്പനികൾ വരും കാലങ്ങളിൽ വളരെ വലിയ ഒരു വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഇനി AMC ആൻഡ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. എല്ലാ ബുൾ മാർക്കറ്റിലും ഫിനാൻഷ്യൽ സെക്ടറിലെ ഒരു സബ് സെക്ടറാണ് അതിനെ ലീഡ് ചെയ്യാറ്. അടുത്ത ഒരു ബുൾ മാർക്കറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബുൾ മാർക്കറ്റ് അത് പൂർണ്ണ രൂപത്തിലെത്തുമ്പോൾ ചിലപ്പോൾ AMCസും ലൈഫ് ഇൻഷുറൻസ് കമ്പനീസും ആയിരിക്കാം അതിനെ ലീഡ് ചെയ്യുന്നത്. ഈ ലിസ്റ്റിൽ ആദ്യമുള്ളത് HDFC AMC ആണ്. UTI AMC, നിപ്പോൺ ലൈഫ്, HDFC ലൈഫ്, SBI ലൈഫ്, ICICI പ്രൂഡൻഷ്യൽ എന്നുള്ള കമ്പനികളാണ്. ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് AMCകളിൽ HDFC AMC ആൻഡ് നിപ്പോൺ ലൈഫ്. ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് എത്ര ലാഭകരമായിട്ടുള്ള ഒന്നാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാം. HDFC AMC ഇതിലൊരു ക്ലിയർ ലീഡറാണ്. അതുപോലെ തന്നെ വളർന്നു വരുന്ന ഒരു കമ്പനിയാണ് നിപ്പോൺ ലൈഫ്. ഈ 2 കമ്പനികളെയും ഒരു ദീർഘനാളത്തേക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇൻഷുറൻസ് സെക്ടർ ഇന്ത്യയിൽ വളരെ അണ്ടർ പെനട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. ഇതിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്ന 2 കമ്പനികളാണ് HDFC ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ICICI പ്രൂഡൻഷ്യൽ. അടുത്ത സെക്ടറാണ് ഹെൽത്ത് കെയർ. വർദ്ധിച്ചു വരുന്ന ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ, കോവിഡ് മുതലായ ഒരു സാഹചര്യം, അതുപോലെ ഒരു വളരെ ടഫ് ടൈമിലൂടെയാണ് ആളുകൾ കടന്നുപോയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഹെൽത്ത് കെയറിന് ഗവൺമെന്റിൽ നിന്നും ഒരു പ്രത്യേക ശ്രദ്ധ ലഭിച്ചിരിക്കുന്നു. പബ്ലിക്കും കൂടുതലായി ഇൻഷുറൻസ് കവറേജ് എടുത്തും അവർ കൂടുതലായി ഹെൽത്ത് കെയർ സ്പെൻഡിങ്ങിന് വേണ്ടി മുന്നോട്ട് വരുന്നു. അല്ലെങ്കിൽ തന്നെ ഫാർമന് ഇന്ത്യയിൽ ലോകം ഒരു വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്നു. ഫാർമ R&Dക്ക് ഇന്ത്യ ഒരു വലിയ ഹബ്ബായി മാറിയിരിക്കുന്നു. ഈ ഒരു ലിസ്റ്റിൽ എനിക്ക് ആദ്യമുള്ളത് സൺ ഫാർമയാണ്. പിന്നെ ഡിവിസ് ലബോറട്ടറീസ്, സിപ്ല, ഔറോബിന്ദോ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ്, അബോട്ട്, ലോറസ് ലാബ്, സീക്വൻ ലൈഫ് സയൻസസ്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്സ് കമ്പനീസ് ആയിട്ടുള്ള മെട്രോപൊളിറ്റൻ, ഡോക്ടർ ലാൽ പാത്തലാബ്സ്, ഹൈറോ കെയർ എന്നിവയും കൺസിഡർ ചെയ്യാം. ഈ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗം മിറായ അസറ്റ് ഹെൽത്ത് കെയർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇതൊരു മ്യൂച്വൽ ഫണ്ടാണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനികളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കും. അടുത്തതായി കെമിക്കൽസ്. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നത്തെ ഹോട്ടസ്റ്റ് സെക്ടർ. സ്പെഷ്യാലിറ്റി കെമിക്കൽസ് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഫ്രം ചൈന നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും ഒരു ചൈന +1 സ്ട്രാറ്റജി ഫോളോ ചെയ്തിരിക്കുന്നു. ചൈനയിൽ നിന്ന് മാത്രമല്ല മറ്റൊരു രാജ്യത്തിൽ നിന്ന് കൂടി നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം എന്നുള്ള ഒരുക്കത്തിന്റെ പേരിൽ ഇന്ത്യക്ക് വളരെ വലിയ ഒരു സാധ്യത തുറന്നു കിട്ടിയിരിക്കുന്നു. സെക്ടറിൽ എനിക്ക് പറയാനുള്ള കമ്പനികൾ പിഡിലൈറ്റ്, വിനതി ഓർഗാനിക്സ്, RD ഇൻഡസ്ട്രീസ്, നവീൻ ഫ്ലൂറിൻ, അതുൽ, കെമിക്കൽസ്, ബാലാജി അമീൻസ്, എംകോൺ, അഡ്വാൻസ് എൻസൈം, ദീപക് നൈട്രൈറ്റ്. ഇതുകൂടാതെ അഗ്രി കെമിക്കൽസിൽ ഇൻഡസ്ട്രീസ്, ബെയർ കോപ്പ് സയൻസസ്, കൊറമാൻഡൽ ഫെർട്ടിലൈസേഴ്സ്, ധനുക അഗ്രിടെക്, സുമിറ്റോമോ കെമിക്കൽസ്, ഭാരത് രസായൻ എന്നിവയും അതിൽ ഉൾപ്പെടുന്നു.
ഇതിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഞാൻ കുറച്ചുകൂടി ഈ ഒരു ലിസ്റ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പിഡിലൈറ്റ്, ആരതി ഇൻഡസ്ട്രീസ്, ടാറ്റ കെമിക്കൽസ്, ബാലാജി അമീൻസ് ആൻഡ് ദീപക് നൈട്രൈറ്റ്. അഗ്രി കെമിക്കൽസിൽ നിന്നും PI ഇൻഡസ്ട്രീസ്, സുമിറ്റോമോ കെമിക്കൽസ്. ഓട്ടോമൊബൈൽസ്, ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കുള്ള ഒരു ഷിഫ്റ്റും കാരണം ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളിൽ വലിയ ഒരു ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും വളരെ സ്മാർട്ടായിട്ടുള്ള കമ്പനികൾ വളരെ വേഗം ഇതിൽ നിന്നും കയറി നല്ലൊരു റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകാനായിട്ട് സാധ്യതയുണ്ട്. ടാറ്റ മോട്ടോഴ്സ് DVR, മാരുതി, അശോക് ലൈലൻഡ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. അതുപോലെ 2 വീലേഴ്സിൽ ഹീറോ മോട്ടോകോപ്പ്, ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, TVS. അതുപോലെ ഓട്ടോ ആൻസിലറി ആയിട്ടുള്ള മദേഴ്സൺ സുമി, ഹണിവെൽ ഓട്ടോമേഷൻ, എൻഡ്യൂറൻസ് ടെക്നോളജീസ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ബാറ്ററി നിർമ്മാതാക്കളായ എക്സൈഡ്, MRF, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്നിവയാണ്. ഇതിൽ നിന്നും ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് DVR. ടാറ്റ മോട്ടോഴ്സ് അല്ല, ടാറ്റ മോട്ടോഴ്സ് DVR. വലിയ ഒരു ഡിഫറൻസ് ടാറ്റ മോട്ടോഴ്സ് ഷെയർ വാങ്ങുന്നതിലും നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ടാറ്റ മോട്ടോഴ്സ് DVR വാങ്ങാൻ സാധിക്കും. ഇത് രണ്ടും സെയിം ഷെയർ തന്നെയാണ്. ഒന്നിന്, അതായത് ടാറ്റ മോട്ടോഴ്സ് DVRന് അതിന്റെ വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് എപ്പോഴും ഇതിന്റെ പകുതി വിലയിലുള്ളതാണെന്ന് കരുതരുത്. എപ്പോഴെങ്കിലും ഒരു റീറേറ്റിംഗ് വന്ന് ടാറ്റ മോട്ടോഴ്സ് DVR വളരെയധികം മുന്നോട്ട് പോയി ടാറ്റ മോട്ടോഴ്സിന്റെ ആ ഒരു ഡിസ്കൗണ്ട് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ഇന്നത്തെ കാലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് DVR മാത്രമാണ് ഫോറിനേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 വീലേഴ്സിന്റെ കേസിലാണെങ്കിൽ ഹീറോ മോട്ടോകോപ്പ്, ലോകത്തിലെ ഏറ്റവും വലിയ 2 വീലർ നിർമ്മാതാക്കളായ ഹീറോ മോട്ടോകോപ്പ്, അതുപോലെ ഐഷർ മോട്ടോഴ്സ്. ആൻസിലറി കമ്പനികളിൽ മദേഴ്സൺ സുമി, ഹണിവെൽ ഓട്ടോമേഷൻ, എൻഡ്യൂറൻസ് ആൻഡ് എക്സൈഡ് ഇൻഡസ്ട്രീസ് സെലക്ട് ചെയ്യാവുന്നതാണ്. IT, ഫ്യൂച്ചർ ഈസ് ഡിജിറ്റൽ. ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ IT ഫീൽഡിൽ വലിയ ഒരു സ്ഥാനം ഓൾറെഡി കിട്ടിയിരിക്കുന്നു. അത് വളരാനുള്ള സാധ്യതയാണ് വരും വർഷങ്ങളിൽ കാണുന്നത്. അതുപോലെ തന്നെ കോവിഡ് പോലെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ടെയിലിംഗ് ആയിക്കോട്ടെ, മാനുഫാക്ചറിംഗ് റിലേറ്റഡ് ആയിക്കോട്ടെ, എല്ലാം ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറി. ഒരു അവസരത്തിൽ ITക്കുള്ള ഗ്രോത്തിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, മൈൻഡ്ട്രീ, ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്, വിപ്രോ എന്നിവയാണ്. IT സെക്ടറിൽ ഈ പറയുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. TCS, ഇൻഫോസിസ്, HCL ടെക്കിന് നെറ്റ്ഫിറ്റ് അല്ലെങ്കിൽ N100 ഈ 2 ETFs കൺസിഡർ ചെയ്യാവുന്നതാണ്. നെറ്റ്ഫിറ്റ് എന്നുള്ളത് നിപ്പോൺ ഇന്ത്യ IT ETF ആണ്. N100 എന്നുള്ളത് നാസ്ഡാക്ക് MON 100, മോട്ടിലാൽ ഓസ്വാൾ നാസ്ഡാക്ക് 100 എന്ന ETF പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രോഡക്റ്റ് കമ്പനീസ് N100ലെയും ഏറ്റവും നല്ല സർവീസ് കമ്പനീസ് നെറ്റ്ഫിറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അത് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ആണ് ഫ്യൂച്ചറിലേക്ക്. ഇതിപ്പോൾ കുറച്ച് ഉയർന്ന ലെവലിലാണ്, എന്നാലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് IT സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു മാർഗമാണ് ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഈ കമ്പനികളുടെ എല്ലാം ഒരു ചെറിയ അംശം നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതായിരിക്കും. അതിനാൽ മുൻനിര ഓഹരികളായിട്ടുള്ള ലാർജ് ക്യാപ്സ് മാത്രമല്ല, മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് കമ്പനീസിനും ഇതിൽ വലിയൊരു സ്ഥാനമുണ്ട്. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ 5-6 ഇരട്ടിയാണ് ഇതിലും പല കമ്പനികളും കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടും കൺസിഡർ ചെയ്യാം. അതുപോലെ സോഫ്റ്റ്വെയർ സെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ LC, സിയന്റ്, സൊനാറ്റോ സോഫ്റ്റ്വെയർ, ഇൻഫോ എഡ്ജ്, നൗക്കരി, കോഫോജ്, L&T ടെക്നോളജി സർവീസസ്, തൻലാസ് പ്ലാറ്റ്ഫോംസ്, ഇന്ത്യ മാർട്ട്, ആഫ്ലെ ഇന്ത്യ, റൗട്ട് മൊബൈൽ, CIMS, IEX മുതലായ കമ്പനികളെ കൺസിഡർ ചെയ്യാം. ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഈ കമ്പനികളിലെല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ആയി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. ഇലക്ട്രിക്കൽ നമ്മൾ കൺസിഡർ ചെയ്യാവുന്ന കമ്പനികളാണ് പോളിക്യാബ്. നമ്മുടെ ചാനലിൽ ഇത് വളരെ കുറഞ്ഞ ലെവലിൽ തന്നെ 1-2 വർഷം മുമ്പ് ഇതിനെ നമ്മുടെ വ്യൂസ് നൽകിയിരുന്നതാണ്. അതിപ്പോൾ ഒരു മൾട്ടി ബാഗറായി കഴിഞ്ഞു. പോളിക്യാബാണ് ഫ്യൂച്ചറിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കമ്പനി. ഹാവൽസ്, ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ, വേൾപൂൾ, ഫിനോലെക്സ് കേബിൾസ്, TTK പ്രസ്റ്റീജ്. ഇതിനെ ഒന്നും കൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോളിക്യാബ്, വേൾപൂൾ, TTK പ്രസ്റ്റീജ് ഇതിലാണ്. അതുപോലെ ഹോം ബിൽഡിംഗ്, ഹോം ഇംപ്രൂവ്മെന്റ് മുതലായ സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അൾട്രാടെക് സിമെന്റ്സ്, ശ്രീ സിമെന്റ്, അംബുജ സിമെന്റ്സ്, JK സിമെന്റ്. അതുപോലെ കൺസ്ട്രക്ഷനിൽ
ലാർസൻ ആൻഡ് ട്യൂബ്രോ, ടൈൽ കജാരിയ സെറാമിക്സ്, സെറ, അതുപോലെ പെയിന്റ് സെക്ടറിൽ നോക്കിയാൽ ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ്സ്, കൺസൈൻ നാരോലാക് ആൻഡ് ഇൻഡിഗോ. ഇതിനെ ഒന്നുകൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അൾട്രാടെക്കിന് പകരം ഗ്രാസിം ഇൻഡസ്ട്രീസ്, ഇതിന്റെ ഹോൾഡിംഗ് കമ്പനിയായിട്ടുള്ള ഗ്രാസിം ഇൻഡസ്ട്രീസ്. അപ്പോൾ ഗ്രാസിം ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 നിഫ്റ്റി 50 കമ്പനീസ് ഗ്രാസിമും അൾട്രാടെക് സിമെന്റും നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല ഗ്രാസിമിന് ആദിത്യ ബിർള ക്യാപിറ്റലിനും വലിയൊരു സ്റ്റേക്ക് ഉണ്ട്. ഗ്രാസിമിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഓൾറെഡി അവൈലബിൾ ആണ്. റെയിൻ ഇൻഡസ്ട്രീസ് ഒരു വളർന്നു വരുന്ന കമ്പനിയാണ്. സിമെന്റും ഉൽപ്പാദിപ്പിക്കുന്നു പ്രിയ സിമെന്റ് എന്ന പേരിൽ. മാത്രമല്ല വേറെ മറ്റ് പല ബിസിനസ്സുകളും വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്ന ഈ കമ്പനിയാണ്. വൈറ്റ് സിമെന്റ് മാർക്കറ്റിൽ വലിയൊരു മാർക്കറ്റ് ഷെയർ ഉള്ള JK സിമെന്റ്സിനെ പോലെ ലാർസൻ ആൻഡ് ട്യൂബ്രോ കഴിഞ്ഞ 10 വർഷങ്ങളിൽ കൂടിയില്ല എന്നുണ്ടെങ്കിലും അടുത്ത ഒരു 3-4 വർഷം ലാർസൻ ആൻഡ് ട്യൂബ്രോയ്ക്ക് ഉള്ളതാണ്. കജാരിയ സെറാമിക്സ്, ഏഷ്യൻ പെയിന്റ്സ്, ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഷെയർ ആണ് ഏഷ്യൻ പെയിന്റ്സ്. അതുപോലെ സ്റ്റീൽ ആൻഡ് പവർ സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ, ടാറ്റ പവർ, പ്ലാസ്റ്റിക്സ് ആൻഡ് കേബിൾ ആൻഡ് ടെക്സ്റ്റൈൽസ്, ആസ്ട്രൽ പോളി, ഇനോലെക്സ് ഇൻഡസ്ട്രീസ്, സുപ്രീം ഇൻഡസ്ട്രീസ്, പ്രിൻസ് പൈപ്സ്, അതുപോലെ ടെക്സ്റ്റൈൽസിൽ പേജ് ഇൻഡസ്ട്രീസ്, ഗർവാരെ ടെക്നിഫൈബർ, ഇതിൽ ഒന്നുകൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസ്ട്രൽ, സുപ്രീം ഇൻഡസ്ട്രീസ്, പ്രിൻസ് പൈപ്സ്, അതുപോലെ ടെക്സ്റ്റൈൽസിൽ പേജ് ഇൻഡസ്ട്രീസ് ആൻഡ് ഗർവാരെ ടെക്നിഫൈബർ കൺസിഡർ ചെയ്യും. റീറ്റെയിൽ ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ ടൈറ്റൻ, ഡിമാർട്ട്, ട്രെൻഡ്, അതുപോലെ ഡിക്സൺ ടെക്നോളജീസ്, ആംബർ ഇൻഡസ്ട്രീസ് കോൺട്രാക്ട് മാനുഫാക്ചറിംഗിൽ ഇവ രണ്ടും, GMM ഫോഡ്ലർ, വോൾട്ടാസ് എന്നിവ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ടൈറ്റൻ മാനുഫാക്ചറിംഗിൽ ഡിക്സൺ, ആംബർ ആൻഡ് GMM ഫോഡ്ലർ. യൂട്ടിലിറ്റീസ് ആൻഡ് ടെലികോം, IGL, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്, മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ്, ഗുജറാത്ത് ഗ്യാസ്, അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ്, എയർടെൽ. ടെലികോം ഫീൽഡിൽ റിലയൻസിനെയാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിലയൻസിന് മറ്റ് ബിസിനസ്സുകളുണ്ട് എന്നുണ്ടെങ്കിലും അതുപോലെ എയർടെല്ലും, ഇത് രണ്ടും നിങ്ങൾക്ക് ടെലികോമിൽ പരിഗണിക്കാം. യൂട്ടിലിറ്റീസിൽ GSPL, ഗുജറാത്ത് ഗ്യാസിന്റെ ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് കൺസിഡർ ചെയ്യാം. കൺസംഷൻ IRCTC, വൈഭവ് ഗ്ലോബൽ, ടാറ്റ, ഷീല ഫോംസ്, സെഞ്ചുറി പ്ലൈ, യുണൈറ്റഡ് ബ്രൂവറീസ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, റാഡിക്കോ കൈത്താൻ. ഞാൻ ഇതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് IRCTC, യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആൻഡ് റാഡിക്കോ കൈത്താൻ എന്നുള്ളതാണ്. 21st സെഞ്ചുറി ഇന്ത്യയുടേതാണ്. വലിയൊരു സാധ്യത നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതിനാൽ മാർക്കറ്റ് മുകളിലേക്ക് പോയല്ലോ എന്നുള്ളൊരു ഷോർട്ട് സൈറ്റ്നെസ് മാറ്റിവെച്ച് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ഒരു നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പ്രത്യേക സ്ട്രാറ്റജീസ് എല്ലാം നമ്മളുടെ യൂട്യൂബ് ചാനൽസിലും വളരെ വിശദമായി ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കത് കാണാവുന്നതാണ്. എന്നിരുന്നാലും നിങ്ങൾക്കൊരു ഹാൻഡ് ഹോൾഡിംഗ് ആവശ്യമാണ്. നിങ്ങളുടെ ഫിനാൻസസ് റൈറ്റ് വേയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു റിട്ടേൺ ഭാവിയിലേക്ക് കിട്ടാനായി നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഞങ്ങളെ ഡയറക്റ്റായി മെസ്സേജ് അയക്കാം. ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു. അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും. നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ, ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം, അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ, റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം, ഒരു വിൽപത്രം എങ്ങനെ എഴുതാം, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ്, ബെസ്റ്റ് 3-in-1 അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, കൂടാതെ നിക്ഷേപയോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ്. ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.